Hi dear students, welcome back. നമ്മൾ ഈ സെഷനിൽ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. So let's start this session with a new chapter, Chemical Coordination and Integration. The last chapter from the unit Human Physiology. Human Physiology യിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് Chemical Coordination and Integration. See, നമ്മുടെ ബോഡിയിലുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് എടുത്താൽ like digestion, respiration, excretion എന്തുമായിക്കോട്ടെ. All the physiological activities are controlled and coordinated by two systems in our body. They are neural system, another one is endocrine system. Neural system point-to-point contact ആണ്. Neural system is their action is very quick and short-lived. Quick and short-lived ആയിട്ടുള്ള action ആണ് neural systemത്തിനുള്ളത്. എന്നാൽ ഇവിടെ the chemical coordination means chemical coordination by hormone. Their action is very slow but long lasting. Slow and long lasting regulation by the body's chemical regulation or chemical integration. ഇനി എന്താണ് ഈ chemical integration ആക്ച്വലി ഉള്ളത്? This chemical coordination includes endocrine system. ഇത് നമ്മുടെ endocrine system എന്ന് പറയുക. എന്താണ് ഈ endocrine സിസ്റ്റത്തിലുള്ള കോമ്പോണന്റ്സ് നമുക്ക് നോക്കാം. Endocrine system consists of endocrine glands, then hormones, and their specific receptors. These are the components in our endocrine system. Endocrine glands, hormones, and specific receptors. Then let's see what is these endocrine glands. These endocrine glands are ductless glands. Ductless glands are endocrine glands. Then how without ducts their secretions transported to the targets? Let's see. Suppose these are the cells in glands. Glandular cells are. If you have a secretion, their secretions are called as hormone. If you have a secretion and a hormone on the parida. And their secretions like hormones are secretions na hormones on the parida. These hormones are just diffuses to the blood. ഇത് എവിടേക്ക് ഡിഫ്യൂസ് ചെയ്യും? ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. സോ ദീസ് ഹോർമോൺസ് ഡിഫ്യൂസസ് ടു ദ ബ്ലഡ്. സോ ഹോർമോൺ ഡിഫ്യൂസസ് ടു ദ ബ്ലഡ്. അപ്പൊ ഇതാണ് ഹോർമോൺ എങ്കിൽ ഹോർമോൺ എന്താ ചെയ്യുക? ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യാണ്. ത്രൂ ദ ബ്ലഡ് ദീസ് ഹോർമോൺ ട്രാൻസ്പോർട്ടഡ് ടു ദ ടാർഗറ്റ് ടിഷ്യൂ. ബ്ലഡ് വഴി ഹോർമോൺ ടാർഗറ്റ് ടിഷ്യൂലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ബ്ലഡിലൂടെ ഹോർമോൺ ടാർഗറ്റ് ടിഷ്യൂലേക്ക് പോകുന്നു. Suppose ഇവിടെ ഇതാണ് ടാർഗറ്റ് ടിഷ്യൂ എങ്കിൽ ഇത് ടാർഗറ്റ് ടിഷ്യൂ. This target tissue contains specific receptors for this hormone. ഈ ടാർഗറ്റ് ടിഷ്യൂവിൽ ഹോർമോണിന് സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നു. Every hormone has specific receptors. So this target contains specific receptors. Now here from the blood these hormone diffuses to the target tissue. ബ്ലഡിൽ നിന്നും ഹോർമോൺ എവിടേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു? ഇറ്റ് ഈസ് ഡിഫ്യൂസസ് ടു ദ ടാർഗറ്റ് ടിഷ്യൂ ആൻഡ് ദിസ് ടാർഗറ്റ് ടിഷ്യൂ നൗ ഹാവ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഫോർ ദിസ് ഹോർമോൺ. ഹോർമോൺ ആക്ട് ഓൺ ദ റിസപ്റ്റേഴ്സ്. സോ endocrine glands ductless. How their secretion transferred to the target? Their secretions just diffuses to the blood. Through the blood these hormone transported to the target tissue. അതാണ് ductless glands ആയിട്ടുള്ള endocrine glands എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇവരുടെ സെക്രീഷൻ? സെക്രീഷൻസ് ആർ ഹോർമോൺസ് എന്ന് പറഞ്ഞു. ഈ ഹോർമോണിന് ഒരു ക്ലാസിക്കൽ ഡെഫിനിഷൻ ഉണ്ട്. ദ ഡെഫിനിഷൻ ഓഫ് ഹോർമോൺസ് ആർ ദ നോൺ ന്യൂട്രിയൻ കെമിക്കൽസ് വിച്ച് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ്. നോക്കിയേ, ഈ ഗ്ലാൻഡിലുള്ള സെല്ലിൽ ഇപ്പൊ ഒരു മെസ്സേജ് ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് ഇതെന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണെന്ന് വിചാരിക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമുക്കറിയാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ADH എന്നൊരു ഹോർമോൺ സ്റ്റോർ ചെയ്യാറുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയി പിന്നെ പഠിക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ADH എന്നൊരു ഹോർമോൺ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സി നമ്മുടെ ബ്ലഡിൽ ഇപ്പോൾ ബ്ലഡിന്റെ വാട്ടർ കണ്ടന്റ് കുറഞ്ഞു, ബ്ലഡ് വോളിയം കുറഞ്ഞാൽ ബ്ലഡിലെ വാട്ടർ കുറഞ്ഞു, ബ്ലഡിലെ വോളിയം കുറഞ്ഞു. അങ്ങനെ ബ്ലഡിലെ വോളിയം കുറഞ്ഞപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റിമുലേറ്റഡ് ആയി. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. എന്താണ് ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടു ആക്ട് ഓൺ കിഡ്നി. കിഡ്നിയിൽ പോയി ആക്ട് ചെയ്യുക. ആൻഡ് ഫ്രം ദ കിഡ്നി റീഅബ്സോർബ് വാട്ടർ ടു ദ ബ്ലഡ്. കിഡ്നിയിൽ നിന്നും വാട്ടർ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുക. thereby increases blood volume. അതുവഴി ബ്ലഡിലെ വോളിയം കൂട്ടുക. അപ്പൊ ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണെങ്കിൽ
പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എന്തുണ്ട്? ഒരു ഹോർമോൺ ആയിട്ടുള്ള ADH ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ബ്ലഡിൽ വാട്ടർ കുറഞ്ഞപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റിമുലേറ്റഡ് ആയി. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്തു? ദിസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഡെവലപ്പ് എ മെസ്സേജ്. ദാറ്റ് മെസ്സേജ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഹോർമോൺ ADH. ADH എന്ന ഹോർമോണിന്റെ ഫോമിൽ ഈ മെസ്സേജ് എവിടേക്ക് റിലീസ് ചെയ്തു? ഡിഫ്യൂസസ് ടു ദ ബ്ലഡ്. ത്രൂ ദ ബ്ലഡ് ദീസ് ഹോർമോൺ ആക്ട് ഓൺ ദ സെൽസ് ഓഫ് കിഡ്നി. കിഡ്നിയിലുള്ള സെല്ലിൽ പോയി ആക്ട് ചെയ്തു. Now this hormone bind on the cells of kidney. കിഡ്നിയിലുള്ള സെൽസിൽ ആക്ട് ചെയ്തു. See, after receiving the signal, ADH ഒരു ഇവിടെ നിന്നും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള സിഗ്നൽ ADH എവിടെ കൊണ്ടെത്തിച്ചു? കിഡ്നിയിലുള്ള സെല്ലിൽ. ആ സിഗ്നൽ റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്തു? കിഡ്നി വാട്ടറിനെ എവിടേക്ക് റീഅബ്സോർബ് ചെയ്യാൻ തുടങ്ങി? ബ്ലഡിലേക്ക് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്തു. ബ്ലഡിന്റെ വോളിയം കൂടി. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. So what that is the role of this hormone. They are the non-nutrient chemicals which act as intercellular messengers. സെല്ലുകൾക്കിടയിലുള്ള മെസ്സഞ്ചർ ആണ്. ഇപ്പൊ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള സെല്ലിലുള്ള മെസ്സേജ് ഈ ADH എന്ന് പറഞ്ഞ മെസ്സഞ്ചർ വഴി കിഡ്നിയിലുള്ള സെല്ലിലെത്തി. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ്. ഇനി നിയറസ്റ്റ് സെല്ലുകൾക്കിടയിലുള്ള മെസ്സഞ്ചർ അല്ല. ദീസ് ഹോർമോൺസ് ആർ യൂഷ്വലി ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് സിഗ്നൽസ്. അതാണ് എൻഡോക്രൈൻ. ഇവർ ലോങ് ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുക. അപ്പൊ ബ്ലഡ് വഴി ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് രണ്ട് സെല്ലുകൾക്കിടയിൽ മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യാന്നുള്ളതാണ് ഹോർമോണിന്റെ റോൾ. സോ വാട്ട് ഈസ് ഹോർമോൺ? ദ നോൺ ന്യൂട്രിയൻ കെമിക്കൽസ് വിച്ച് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ട്രേസ് എമൗണ്ട്. ട്രേസ് എമൗണ്ടിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പലപ്പോഴും വളരെ ട്രേസ് എമൗണ്ടിലാണ്. And this hormone discovery by Starling and Bayliss in 1903. Hormone discovery. Then the first discovered hormone is secretin. Secretin is the first discovered hormone. Okay. അപ്പൊ ഇതാണ് ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള കോമ്പോണൻസ് എന്ന് പറയുന്നത്. Then നമുക്ക് ഇനി ഏതൊക്കെയാണ് ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് നോക്കാം. The organized endocrine glands includes organized endocrine glands. ആരെല്ലാമാണ് നോക്കാം. First one. See, these are the organized endocrine glands: pituitary, pineal, thyroid, parathyroid, thymus, pancreas, adrenal gland, gonads, etc. are the organized endocrine gland. എന്നാൽ some non-endocrine structures also secrete some hormones. ചില non-endocrine structuresഉം ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യും. Non-endocrine structures like gastrointestinal tract, then kidney, heart, liver, etc. secrete some hormones. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. So these are the endocrine glands, their secretion. These are the organized endocrine glands. അപ്പൊ നമ്മൾ ഈ സെഷനിൽ എന്താണ്? We just studied about the introduction portion of this chemical coordination. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് അറിയാം. So thank you for watching me. Bye. See you.